ഞാൻ അങ്ങനെ മുന്നോട്ടുള്ള സിനിമകള് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഇങ്ങനൊരു സിനിമ ചെയ്യാം, ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നത് വളരെ കുറവാണ്. മിന്നൽ മുരളിയിൽ അങ്ങനെ ആൾക്കാർ ആ സിനിമ ഇത്തരം ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് അടുത്തത് ഞാൻ ആഗ്രഹിച്ചത് ഡിയർ ഫ്രണ്ട് പോലൊരു സിനിമ ചെയ്യണം എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മിന്നൽ മുരളി തീർന്ന് ഞാൻ നേരെ ചെന്ന് ജോയിൻ ചെയ്തത് ഡിയർ ഫ്രണ്ടിലാണ്. അത് മിന്നൽ മുരളി പോലൊരു സിനിമ മേക്ക് ചെയ്ത ഒരു ഡയറക്ടറും അതിന്റെ സിനിമാറ്റോഗ്രാഫറും ഒക്കെ ഈ ഡിയർ ഫ്രണ്ടിലും ഇൻവോൾവ് ആണ്. പക്ഷെ ഇൻ ഡിഫറെന്റ് റോൾസ്. നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു, നമ്മുടെ ഈ ഡയറക്ടർ അതിനകത്ത് ആക്ടർ ആയിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ആ സിനിമ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഞാൻ ഒരിക്കലും ബോറടിക്കില്ല. അപ്പൊ എനിക്ക് ആളുകളെയും ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ മിന്നൽ മുരളി കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഇമ്മീഡിയറ്റ്ലി മിന്നൽ മുരളി പോലൊരു സിനിമ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് അതിനുശേഷം ഞാനത് എവിടെയും പറയാറില്ല, എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, ഞാൻ ഈ കോൺടാക്സിൽ പറയുന്നതാണ്. എനിക്ക് വലിയ വലിയ ഓഫറുകൾ ആ സമയത്ത് വന്നിരുന്നു. അത് മറ്റു ഭാഷകളിൽ നിന്ന് പ്രത്യേകിച്ച്. അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു തെലുഗു, ഹിന്ദി, ഇത് രണ്ടാണ് ഓഫർ വന്നത്. തമിഴിൽ നിന്നൊക്കെ വന്നത് അതിന് മുമ്പും വന്നിരുന്ന കുറെ ഓഫേഴ്സ് വന്നിരുന്നു. തമിഴിൽ നിന്നൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. ആ സമയത്ത് അത് വന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് അത് മിന്നൽ മുരളി കാരണം കൊണ്ട് വന്നതാണ്. അപ്പൊ മിന്നൽ മുരളി പോലെ ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് എനിക്ക്. പക്ഷെ എനിക്ക് ചെറിയ പടങ്ങൾ ചെയ്യാനുള്ള എന്റെ സ്വാതന്ത്ര്യം ഇല്ലാതായി പോയത്. എനിക്ക് വലിയ പടങ്ങളും ചെറിയ പടങ്ങളും നായകനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ അത് എനിക്ക് അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതല്ലേ നമ്മുടെ സക്സസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ സക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സിനിമകളെല്ലാം വിജയിക്കണം എന്ന്, അല്ലെങ്കിൽ അത് സാമ്പത്തികമായിട്ട് സേഫ് ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് ഭൂരിഭാഗം എല്ലാ സിനിമകളിലും ഞാൻ അത് ഉറപ്പുവരുത്താറുണ്ട്. അതിനനുസരിച്ച് ഞാൻ ശമ്പളമൊക്കെ മേടിക്കാറുള്ളൂ. അപ്പോ ഞാൻ എന്റെ ഒരു സിനിമ ചെയ്തിട്ട് ബാങ്ക്രപ്റ്റ് ആയിട്ട് പോയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഒന്നും മലയാളം ഇൻഡസ്ട്രിയിൽ എന്തായാലും ഇല്ല. നമുക്കൊരു കയ്യടി കൊടുക്കാന്ന് ലിഡിയ അപൂർവമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഇങ്ങനത്തെ ഇതിൽ കിട്ടാറുള്ളത്. നമ്മൾ കൂടുതലും പ്രിന്റിലൊക്കെയാണ് വായിച്ചിട്ടുള്ളത്, അല്ലാതെ വീഡിയോസിൽ വരുമ്പോൾ ഭയങ്കര കുറവ്. അതുകൊണ്ട് കിട്ടിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യട്ടെ, പേരന്റിങ് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്ക് ഹസ്ബൻഡ് അവൈലബിൾ, ലൈക്ക് ഞാൻ ഏകദേശം സെയിം സിറ്റുവേഷനിൽ കൂടെ പോകുന്നതാണ്. എന്റെ ഹസ്ബൻഡ് എനിക്ക് പേരന്റിങ്ങിന്റെ കാര്യത്തിൽ പുള്ളിനെ അവൈലബിൾ ആവാറില്ല. അപ്പൊ നമ്മൾ എന്ത് വിളിച്ചു ചോദിച്ചാൽ അത് നീ എന്താന്ന് വെച്ചാൽ ചെയ്തു, ഇത് നീ ലൈക്ക്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പേരന്റിങ്ങിലുള്ള മ്യൂച്വൽ ഡിസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ?